പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡ് മുതൽ നാളത്തെ മികച്ച സ്റ്റോക്കുകളാവാൻ സാധ്യതയുള്ള മികച്ച കമ്പനികളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഓരോ വീഡിയോയിലും ഓരോ സ്റ്റോക്കുകളാണ് ഉണ്ടാവുക. സ്റ്റോക്കുകളുടെ വിശദാംശങ്ങൾക്ക് പുറമെ കമ്പനികളുടെ ബിസിനസ്, ഇതുവരെയുള്ള പ്രകടനം, സാമ്പത്തിക അടിത്തറ, മാനേജ്മെൻറ്റിൻ്റെ സുതാര്യത തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ പരമ്പരയിലെ ആദ്യത്തെ എപ്പിസോഡായ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കമ്പനി ഇമുദ്ര ലിമിറ്റഡ് ആണ്. 2008 മുതൽ ഇന്ത്യയിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ലൈസൻസ് ഉള്ള സർട്ടിഫയിങ് അതോറിറ്റിയാണ് ഇമുദ്ര ലിമിറ്റഡ്. വ്യക്തികൾ, കോർപ്പറേറ്റുകൾ, ബാങ്കുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങി നിരവധി ചെറുകിട, ഇടത്തരം സ്ഥാപനങ്ങൾ തുടങ്ങി വലിയ ഉപഭോക്തൃ അടിത്തറയുള്ള ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഇമുദ്ര ഇത്തരത്തിലുള്ള വിവിധ സൊല്യൂഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് സൊല്യൂഷനുകൾക്ക് പുറമെ നികുതി ഫയലിംഗ് സേവനങ്ങൾ, ഡിജിറ്റൽ സൈനിങ് സൊല്യൂഷനുകൾ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഒതൻറ്റിക്കേഷൻ സിസ്റ്റം, ട്രസ്റ്റഡ് ടൈം സ്റ്റാമ്പിംഗ് സേവനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സേവനങ്ങൾ ഇമുദ്ര വാഗ്ദാനം ചെയ്യുന്നു. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്നും ഇവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആദ്യം പരിശോധിക്കാം. ഒരു സന്ദേശം അയച്ചയാളുടെയോ ഒരു പ്രമാണത്തിൽ ഒപ്പിട്ടയാളുടെയോ ഐഡന്റിറ്റി ആധികാരികമാക്കുന്നതിനും അയച്ച സന്ദേശത്തിൻ്റെയോ പ്രമാണത്തിൻ്റെയോ യഥാർത്ഥ ഉള്ളടക്കം മാറ്റമില്ലെന്ന് ഉറപ്പാക്കാനും ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചറാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. എൻക്രിപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഏത് തരത്തിലുള്ള സന്ദേശത്തിനൊപ്പവും ഇത് ഉപയോഗിക്കാൻ കഴിയും. അതിനാൽ സ്വീകർത്താവിന് അയച്ചയാളുടെ ഐഡന്റിറ്റിയും സന്ദേശവും കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ആദായ നികുതി റിട്ടേണുകൾ ഫയലിംഗ് ചെയ്യുന്നതിനും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ പോലുള്ള സർക്കാർ വെബ്സൈറ്റുകളിൽ ഇന്ത്യയിൽ ടെൻഡറിങ്ങിനും കൂടാതെ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്, കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം, കമ്പനികളുടെ അപേക്ഷകളുടെ രജിസ്ട്രാർ എന്നിവയ്ക്കും ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്നു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈസൻസ്ഡ് സർട്ടിഫയിങ് അതോറിറ്റിയാണ് ഇമുദ്ര ലിമിറ്റഡ്. കൂടാതെ മൈക്രോസോഫ്റ്റ്, മോസില്ല, ആപ്പിൾ, അഡോബ് തുടങ്ങിയ പ്രശസ്ത ബ്രൗസറുകളും ഡോക്യുമെന്റ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ കമ്പനികളും നേരിട്ട് അംഗീകരിക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇമുദ്ര. ലോകമെമ്പാടുമുള്ള 21 കൂടുതൽ രാജ്യങ്ങളിൽ കമ്പനിക്ക് സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ കമ്പനിയുടെ റവന്യൂ ഗ്രോത്തിലും പ്രോഫിറ്റ് ഗ്രോത്തിലും 4 മടങ്ങ് വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. 2023 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് കമ്പനിക്ക് 1180 കോടിയുടെ ഓർഡർ ബുക്കാണുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ കമ്പനിയുടെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 30%, 3 വർഷത്തിൽ 42% വളർച്ചയാണ് നേടിയിരിക്കുന്നത്. സെയിൽസ് ഗ്രോത്തിലുള്ള വളർച്ച പോലെ തന്നെ കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്തിലും മികച്ച വളർച്ചയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിൽ ലാഭത്തിലുണ്ടായ വളർച്ച 32%, 3 വർഷത്തിൽ 63%. നാമമാത്രമായ കടബാധ്യതയാണ് കമ്പനിക്കുള്ളത്. ഈ കമ്പനിയുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.01% മാത്രമാണ്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 54.4%. ഓഹരിയുടെ 4.2% FIIസിൻ്റെ കയ്യിലും 14.45% ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും 26.94% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് ഉയർന്ന മൂല്യത്തിലാണ് ഈ ഓഹരി ട്രേഡ് ചെയ്യുന്നത്. ഇനി ഈ ഓഹരിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. മിഡ് ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട ഈ ഓഹരിയുടെ നിലവിലെ വിപണി മൂല്യം 7328 കോടിയാണ്. PE റേഷ്യോ 97.68%, ഇൻഡസ്ട്രി PE 31.39%. 2022 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത ഈ ഓഹരി ഇതുവരെയായി 246% ലാഭമാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിൽ മാത്രം 91% റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഉയർന്ന മൂല്യത്തിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ വില 886 രൂപ 20 പൈസയും 52 ആഴ്ചയിലെ ഉയർന്ന വില 915 രൂപ 90 പൈസയും താഴ്ന്ന വില 415 രൂപയുമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന ഓഹരികൾ കണ്ണടച്ച് വാങ്ങാതെ ഇവ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഓരോ ക്വാർട്ടറിലെയും റിസൾട്ടുകളും പരിശോധിക്കുന്നതിനോടൊപ്പം
വേണ്ട തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാവുന്നതാണ്. ഇവ ഒരു തരത്തിലുമുള്ള റെക്കമെൻഡേഷനുമല്ല. നിക്ഷേപയോഗ്യമായ മികച്ച സ്റ്റോക്കുകളെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. അടുത്ത വീഡിയോയിൽ മറ്റൊരു കമ്പനിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.